ഹായ് ഗായ്സ്, കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മളൊരു വ്ലോഗ് എടുക്കാൻ വിചാരിച്ച്. ഇപ്പം ഞങ്ങളുള്ളത് നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷനിലാണ്. ഇവിടെ ഓൾറെഡി എൻ്റെ ചെക്കൻ വന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഒന്ന് വന്ന് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ച്. മലപ്പുറം ജില്ലക്കാർക്ക് ഇത് പിന്നെ പ്രത്യേകിച്ച് എവിടെയെന്ന് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷൻ. പക്ഷെ ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ്. ഇനി തുടങ്ങിയിട്ടുള്ളൂ, അങ്ങോട്ട് പോയോക്കെ എങ്ങനെയുണ്ട് നോക്കാം. എന്താ വലിയ അങ്ങനെ തന്നെ അല്ലേ? ഇവിടുത്തെ ഹൈലൈറ്റ് പറഞ്ഞാൽ നമ്മൾ നടക്കണമെങ്കിൽ നടക്കാം, പക്ഷെ ബൈക്കിൽ നമുക്ക് പോയോ. ഇത് കൂടെ ബൈക്കിൽ പോകുമ്പോൾ നല്ല രസമാണെന്ന് എല്ലാവരും പറയല്. നമുക്ക് എന്തായാലും നമ്മളെ MT-ലൊന്ന് കാട്ടുകൂടെ പോയോക്കാം. അപ്പൊ അങ്ങോട്ട് പോയോക്കാം. നമുക്ക് സ്റ്റാർട്ടിങ് ആണ്, നമുക്ക് പോയി നോക്കാം. ഞാൻ എടുക്കുന്നത് ശരിയാവണമെന്നൊന്നും അറിയില്ല. ഫുള്ള് കാടും പ്രദേശമാണ് ബൈക്ക്. നമുക്ക് എന്തായാലും പോയോക്കാം. ഉള്ളിലോട്ട് പോയി നോക്കാം. കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. ഇത് മറ്റേ മുത്തങ്ങ ഫോറസ്റ്റ് പോലെ ഉണ്ട്. മുത്തങ്ങ വഴിക്ക് റോട്ടിൽ കൂടെ പോകില്ലേ, ആ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. ഫുള്ളും രണ്ട് സൈഡിലും കാട്. അലർജിയാണ് ഗൈസ്, എപ്പ തുമ്പും വരുന്നുണ്ട്. ഗൈസ് പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി റൈഡാട്ടോ ബൈക്കിൽ കൂടെ ഇങ്ങനെ പോവുക. അതായത് മുത്തങ്ങ, ഞാനൊരു വയനാട്ടുകാരി ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഒരു മുത്തങ്ങയിൽ കൂടെ പോണ ഒരു ഫീലൊക്കെ തോന്നുന്നത്. നല്ല രസമുണ്ട്. അപ്പൊ കപ്പിൾസിനൊക്കെ വരാൻ പറ്റിയ നല്ല സ്പോട്ടാണ്. എല്ലാരും വന്നോളി, നമുക്ക് എന്തായാലും മുന്നോട്ട് പോയേക്കാം. ഒരു പുഴ ഉണ്ട് എന്നൊക്കെയാണ് കേൾക്കണത്, നമുക്ക് പോയേക്കാം. ഇതാണ് മരങ്ങൾ. ഇതെന്തിങ്ങനെ പിന്നെ നിരത്തി ഇങ്ങനെ ഇട്ടിക്കണ്? കൊണ്ടോ അപ്പൊ ഇത് കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്. ചുറ്റിലും ഇങ്ങനെ നിരത്തിട്ടുക. ഇതെനിക്ക് തോന്നുന്നത് മരം ഇങ്ങനെ കയറ്റി കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ്. ഒക്കെ ഒരേ ഷേപ്പ് അല്ലേ? എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? ഇതെന്താണ് ഈ പാലം? ഈ പാലത്തിന്റെ വിവരം എവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പട്ടി. ഈ പട്ടികളൊക്കെ ബ്രിട്ടീഷുകാരുടെ പട്ടിയാണെന്ന് എനിക്ക് സംശയമുണ്ട് ഗൈസ്. കാരണം ഇറ്റങ്ങൾക്ക് ചുമന്ന പട്ടികളാ. ഓക്കെ, പുഴയ്ക്ക് ഇറങ്ങാൻ പറ്റൂല എന്നാണ് നമ്മളിവിടുത്തെ ചേട്ടൻ പറഞ്ഞത്. അതായത് പുഴയ്ക്ക് ഇറങ്ങാൻ പറ്റൂല അതന്നെ, പക്ഷെ നല്ല അടിപൊളി സ്ഥലം ഗൈസ്. ഈ പാലം പണ്ട് ഉണ്ടാക്കിയ പാലാണെന്നാണ് പറയുന്നത്. എന്ത് രസാണോ, എനിക്ക് ഇറങ്ങാൻ തോന്നുക. പട്ടി വരുന്നുണ്ട് ഗൈസ്. എനിക്ക് പട്ടീനെ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു ജന്തു എന്താന്ന് വെച്ചാൽ പട്ടിയാണ്. അത് എന്താ വെച്ചാ പട്ടി കടിക്കാൻ വന്നിട്ടുണ്ട് ചെറുപ്പത്തിൽ. അതിന് ശേഷം ഭയങ്കര പേടിയാ. എവിടെ കണ്ടാലും ഐറ്റങ്ങളാണെങ്കിൽ ഞങ്ങളെ പിന്നാലെ നടക്കണമുണ്ട്. പക്ഷെ ഇത് അങ്ങോട്ട് നോക്കടാ, എന്ത് രസാ. പക്ഷെ ഇവിടുത്തെ പണിക്കാരൊക്കെ ഇറങ്ങണം കുളിക്കണമൊക്കെ ഉണ്ട്. വരുന്നവർക്ക് എനിക്ക് തോന്നുന്നത് വൃത്തികേടാവാണ്ടിരിക്കാനോ അല്ലെങ്കിൽ പേടിച്ചിട്ട്. ആഴുണ്ടോ ഇതില്? കണ്ടിട്ട് ആഴുള്ള പോലും തോന്നില്ല. ചിലപ്പോൾ ആഴുണ്ടാവും, അതുകൊണ്ടായിരിക്കും. ഇവിടെ നോ എൻട്രി ആണ്, റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. പിന്നെ അങ്ങോട്ട് പുഴയിലേക്ക് ഇറങ്ങരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡില്. അതാണ് ആഴുണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും ഇതിന്റെ മുന്നേ, അതുകൊണ്ടായിരിക്കും പുഴയ്ക്ക് ഇറങ്ങരുത്. അവിടെ നോ സ്വിമ്മിങ് അലൗഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഇവിടെ അധികം ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ അധികം ആരും ഇല്ല. എനിക്കറിയില്ല ഇനിയിപ്പോൾ ആരും വരാത്തതാണോ അത് അറിയാത്തൊരു സ്ഥലമാണോ. എന്തായാലും ഇവിടെ അധികം ആരും ഇല്ല. പക്ഷെ നല്ലൊരു ഏരിയ ആണ്, കപ്പിൾസിനൊക്കെ വന്നിരുന്ന് കൊള്ളാം. ഗൈസ് ഇത് കണ്ടില്ല, ഇവിടെ അപകട മേഖല. 1938 ഇംഗ്ലീഷുകാരനായ ഫോറസ്റ്റ് എഞ്ചിനീയർ ഈ കയത്തിൽ മുങ്ങി മരിച്ചതാണ്. മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ട്. നിർഭാഗ്യം കൊണ്ട് ഈ കയത്തിൽ മുങ്ങി മരിച്ചവർ അനവധിയാണ്. ഏറ്റവും അവസാനം ഈ കയത്തിൽ മലപ്പുറം ജില്ലക്കാരായ ആയിഷ റിദ, ഫാത്തിമ ഹുസൈൻ എന്നീ 2 സ്കൂൾ വിദ്യാർത്ഥികളാണ്. ഈ കയത്തിലെ എല്ലാ കാലത്തെയും അവസാന ദുരന്തവും അതായിരിക്കട്ടെ. അതുകൊണ്ടാണ് ഗൈസ് ഇവിടെ ആരും ഇറങ്ങരുതെന്ന് പറയുന്നത്. കാണുമ്പോൾ അധികം ആഴൊന്നും തോന്നില്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങോട്ടൊക്കെ നല്ല ആഴുണ്ട്. അതുകൊണ്ട് സായിബ് കയത്തിൽ മുങ്ങി മരിച്ചിട്ടുണ്ട് എന്നാ പറയണ. അപ്പൊ മൂപ്പര ശവകുടീരം അവിടെ ഉണ്ടായി, നമുക്ക് പോയോക്കാം. നല്ല രസം. ഇവര് മൂന്നാളും ഞമ്മക്ക് എസ്കോട്ടാന്ന് തോന്നുന്നു. നമ്മളപ്പം തന്നെ ഉണ്ട്. പോടാ എനിക്കാണെങ്കിൽ പേടിയാണ്. പോടാ. പക്ഷെ കണ്ടിട്ടില്ലേ ശരിക്കില്ലടാ. വേറൊരു നമ്മളെ നാടൻ പട്ടിയാണ്. ബാക്കി 2 കാണുമ്പോ വേറെ ഏതോ എനിക്ക് തോന്നുന്നത് നമ്മക്ക് എസ്കോട്ടായിട്ട് വരുന്നതാണെന്നാണ്. പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ട്. എന്നാലും കുഴപ്പമില്ല, വാട മക്കളെ, നമുക്ക് പോവാം. നമുക്ക് പോയി
ഗൈസ് ഇവിടെയാണ് ആ സായിപ്പ് മരിച്ചതിന്റെ ശവകുടീരം. അങ്ങോട്ട് നോ എൻട്രി ബോർഡ്. അവിടെ ഭയങ്കര കൊടൂര വനാന്നാ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ട്രൈബൽസ് ഒക്കെ അതിന്റെ ഉള്ളേരിയയിൽ താമസിക്കുന്നുണ്ടാവും. ഞങ്ങൾ നോക്കുമ്പോൾ ഓട്ടോറിക്ഷയിലൊക്കെ പോണൊക്കെ കണ്ടു. പറയില്ല ഇത് ഡോസൺ ടോം, അതാണ് അയാളുടെ പേര് അല്ലല്ലേ? പൂക്കരുതാരും അറിയാത്തോണ്ടാണ്. എന്താണ് മിസ്റ്റർ ES, ഡോസൺ IFES, അതന്നെ അയാളുടെ പേര്. 1897 ജനിച്ചു, 1938 അയാൾ മരിച്ചത്. അയാളുടെ ശവകുടീരമാണ്, കല്ലറയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് കല്ലറ. ഇതെന്താ പാറ പോലെ കെട്ടിവെച്ചിരിക്കുന്നത്? പാറ പോലെയൊക്കെയാണ് കെട്ടി വെച്ചിരിക്കുന്നത്. സോറി പാറയല്ല കേട്ടോ, ഇതാണ് മൂപ്പരെ കല്ലറ. അങ്ങോട്ട് നോ എൻട്രി ആണ്. അങ്ങോട്ട് ആനപ്പന്തയോ അങ്ങനെ എന്തോ ഉണ്ട്. അങ്ങോട്ട് നമുക്ക് പോയേക്കാം. എൻ്റെ ആഗ്രഹമാണ് ഇങ്ങനെ ഒരു കാട്ടില് വീട്, അതിന്റെ മുന്നിൽ കൂടെ ഇങ്ങനെ ഒരു ചെറിയ അരുവി. അങ്ങനെ അത് ഞാൻ ആദ്യമായിട്ട് കണ്ടു. നമ്മളെ ഗൈഡ്സ് ആണ് ഇവര് മൂന്നാള്. നമ്മളെ വിടണേ ഇല്ല. വേറെ ആൾക്കാർ കുറച്ച് പേരിനൊക്കെ ഉണ്ട്, പക്ഷെ ഓരപ്പം ഒന്നും പോണില്ല. നമ്മളപ്പം തന്നെ വരിക. എടാ പോടാ. നമുക്ക് ഗൈസ് എന്ത് രസാ, മരം, അരുവി. നമ്മളിങ്ങനെ ഇതിലൊക്കെ കാണണമല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്, അതാണ് ഇത്ര എക്സൈറ്റ്മെന്റ്. നിങ്ങൾ വിചാരിക്കും ഇവളെന്തൊരു ഊളത്തിയാന്ന്. പക്ഷെ എനിക്ക് ഇഷ്ടമായി ഈ സ്ഥലം, നല്ല സ്ഥലം. അതൊക്കെ വെള്ളം, സൗണ്ട് ഒക്കെ ഗൈസ് കേൾക്കണ്ട നിങ്ങള്? ഇത് പണ്ട് ആനനെ പിടിച്ച് മെരുക്കിയിരുന്ന സ്ഥലം, ആനപ്പന്തി എന്നാ പറയാ. 1935 തോന്നുന്നത് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ആനകള് ദേഷ്യം പിടിച്ച് കുറുമ്പന്മാരായി നിൽക്കുമ്പോ ഓലെ പിടിച്ച് മെരിക്കുക, അതിനുള്ള സ്ഥലമായിരുന്നു ഇത്. എങ്ങനെ മെരിക്കാന്നൊന്നും ഞമ്മക്കറിയില്ല, കേറാനൊന്നും പറ്റൂല. ഇതിവിടെ പണ്ടുണ്ടായിരുന്ന അപ്പച്ചനും അമ്മച്ചും നായ്ക്കുട്ടിയാണ്. ഓലശില സ്മാരകമാക്കി വെച്ചിരിക്കുന്നത്. ഇത് കുറേ കാലമായിട്ട് മിൽമന്റെ പാലട പായസം കുടിക്കണം എന്ന് വിചാരിച്ചു. അത് ഇവിടെ വന്നപ്പോഴാണ് സാധിച്ചത്. ഇതൊരു കഫത്തേരിയാണ്. ചായയും കാപ്പിയും സ്നാക്സ് ഒന്നുമില്ല. സ്നാക്സ് പറഞ്ഞ ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ, കുടിച്ചു നോക്കാം. എന്താ പറയാ, ഷുഗർ ലവേഴ്സിനല്ലാണ്ട് മറ്റവർക്ക് ഇത് ഇഷ്ടമാ തോന്നില്ല. പൊട്ട മധുര, അതും പൊട്ടാറ്റോ ബിസ്ക്കറ്റ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ വ്ലോഗ് അവസാനിപ്പിക്കാന്ന് വെച്ചപ്പോ ലാസ്റ്റ് നല്ലൊരു ചെറിയ മഴയും നല്ല കിളികള സൗണ്ടൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ചു പോവാൻ വണ്ടി എടുത്ത് പോകുമ്പോഴാണ് മഴ പെയ്ത്. അപ്പൊ ഈ മരത്തിന്റെ ചോട്ടിലിരുന്ന് മഴ കാണാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ പോവാണ് ഗൈസ്. ഇന്നത്തെ വ്ലോഗ് അവസാനിച്ചു. എന്താ പറയണ്ടേ? എല്ലാരും സപ്പോർട്ട് ചെയ്യാ. ഓക്കെ, അപ്പൊ അടുത്ത വ്ലോഗായിട്ട് പിന്നെ വരാം. ബൈ.